ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോ ഫ്രെയിം എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ആപ്പാണ്. ഞാൻ യൂസ് ചെയ്യാറ് ക്യാൻവ എന്ന ആപ്പാണ് കേട്ടോ. ഈ ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം പ്ലസ് ബട്ടൺ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. അതിൽ കസ്റ്റമർ സൈസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഹൈറ്റ് വിഡ്ത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലാക്കിയിട്ട് 4x4 അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതവിടെ വരും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് ഈ കൊളാജ് പറഞ്ഞിട്ട് മേലെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുറേ മോഡൽസ് വരും. അപ്പോൾ നമുക്ക് അനുയോജ്യമായിട്ട് ഏതാണോ നമുക്ക് ഏത് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് നല്ലൊരു പേജാണ്. ഈ പേജിൽ 2 ഫോട്ടോ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പേജാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ആ പേജിലെ ഇമേജ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഇമേജ് എന്ന് കാണിക്കുന്നുണ്ട്, അതൊന്ന് ഓക്കെ കൊടുത്താലും ആ ഇമേജ് ഡിലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഗാലറിയിൽ കയറിയിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണോ കൊടുക്കുന്നത് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ഫോട്ടോയാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഫോട്ടോ അവിടെ വരും. അപ്പോൾ നമുക്ക് അതിലൊന്ന് പിടിച്ചിട്ട് ജസ്റ്റ് എവിടെയാണ് വെക്കേണ്ടത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. അതവിടെ ആഡ് ആയിക്കോളും. നമുക്ക് സൈസൊക്കെ ഒന്ന് നോക്കാം എങ്ങനെ ശരിയാണോന്ന്. പിന്നെ ഇവിടെ ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആ ടെക്സ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ടെക്സ്റ്റ് ചെയ്യാം. ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടൊക്കെ കുറേ ഉണ്ടാവും. അത് നമുക്ക് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ അതിലാണ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ മേലൊരു ഓപ്ഷൻ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ഇമേജ് ഡൗൺലോഡ് ആവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ സേവ് ആയ ഇമേജ് നമുക്ക് ഗാലറിയിൽ പോയാൽ അവിടെ ഉണ്ടാവും. അത് കയറി നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ കൊടുക്കണം കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.